സെക്കൻഡ് ടൈമാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഇത് ഈസി മോഡിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്രാനി അമ്മച്ചീനെ കാണാനില്ല ഗായ്സ്. ഡോർ തുറന്നു. അവരെ ചിരിയൊക്കെ കേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ശബ്ദം ഉണ്ടാക്കിയിട്ട് വിളിക്കാം. ഓ, അടുത്തുണ്ടായിരുന്നു ഗ്രാനി. നമുക്ക് ഗ്രാനി എവിടെ കൂടെയാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോവാം. ഇപ്പം പിടിക്കില്ല. ഗ്രാനി അമ്മച്ചി എന്നെ തട്ടിയിട്ടിട്ട് ഗ്രാനി അമ്മച്ചി നോക്കണമായിരുന്നു. വീണ്ടും തട്ടിയിട്ടിട്ട് നോക്കണം. അപ്പോൾ സെൻസിറ്റീവ് ഫുൾ കൂട്ടി വയ്ക്കണം. എന്തോന്ന് ശബ്ദം? മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണം ഗായ്സ്. ഈ അമ്മച്ചി പോണമില്ല. ഓക്കെ, നമുക്ക് പിറകെ പോവാം. ഇയാളെവിടെ പോയി? ഗ്രാനി അമ്മച്ചി എവിടെ പോയി? രക്ഷപ്പെട്ടു ഗായ്സ്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ സമയം. പിറകെ പോയ ഇങ്ങനെ ഇരിക്കും. ഡേ 2. നമ്മൾ എണീറ്റിട്ടുണ്ട് ഗായ്സ്. നമുക്കിനി അയ്യോ ശബ്ദം കേൾക്കുന്നു. വീണ്ടും ചോദിക്കണം പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് എന്ന്. ഞാൻ ഇപ്പൊ ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും കളിക്കുന്നില്ല. അതോ വന്ന്. നമുക്കിനി ഗ്രാനി അമ്മച്ചി കുറച്ച് ദൂരെ പോയി പിറകെ കൂടെ പോക്കി. ഇപ്പൊ പോയ ഞാൻ കുറച്ച് സ്പീഡ് കൊടുത്തു.
ദോ വരണ അയ്യോ കണ്ട് രക്ഷപ്പെട്ടു. ഈ ട്രാപ്പ് ഇവിടെ എടുത്ത് വച്ചിരിക്കണ കാരണം നമുക്ക് എളുപ്പം പോവാൻ പറ്റണില്ല. കഥ അടച്ചിട്ടാല് അയ്യോ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റണില്ല. I see you. Granny അമ്മച്ചിയുടെ ഒരു കാര്യം. ഞാൻ പ്രാക്ടീസ് മോഡിൽ കുറെ പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വേറെ സീക്രട്ട് സ്ഥലമൊക്കെ ഞാൻ കിട്ടി. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. വീണ്ടും അവിടെ ട്രാപ്പ് ഇട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. അയ്യോ കണ്ടു ഗായ്സ്. ഓക്കെ ഇവിടെ സേഫാ. Want to play hide and seek? ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ലോക്ക് ഇട്ട എന്തോ ഒരു ശബ്ദം കേട്ട് ഇവിടെ. ഇല്ല ലോക്കൊന്നും ഇട്ടില്ല. അയ്യോ എന്തോ ഒരു അപശബ്ദം. ഗ്രാനിയല്ലേ ഇപ്പൊ അവിടെ കൂടെ പോയത്. അയ്യോ ഗൈസ് ഗ്രാനി വരണമെങ്കിൽ ഒരു ട്യൂണ് കാണും. ഒരു ഡാർക്ക് ആയിട്ടുള്ള ട്യൂണ്. വെപ്പൺ കീ കിട്ടി ഗായ്സ്. അങ്ങനെ ഫൈനലി വെപ്പൺ കീ കിട്ടി ആദ്യമായിട്ട്. പക്ഷേ വെപ്പൺ കീ കൊണ്ട് വെപ്പണുള്ള സ്ഥലം തുറക്കാൻ പോകുമ്പോൾ ഗ്രാനി അമ്മച്ചി വരും. അതാണ് പ്രശ്നം. പോണ്ടേന്നാണ് ഗായ്സ് ആലോചിക്കുന്നത്. വേറൊരു ഷോർട്ട് കട്ട് വഴി എനിക്കറിയായിരുന്നു. അയ്യോ ഇനി ഗ്രാനി അമ്മച്ചി ഇവിടെ കൂടെ വരൂല. പക്ഷെ ഗ്രാനി ഗൈസ് വെപ്പൺ കിട്ടി ഗായ്സ്. അയ്യോ ഗായ്സ് ഞാൻ അങ്ങനെ ഗ്രാനീനെ അടിച്ചിട്ടു ഗായ്സ് വെപ്പൺ വെച്ച്. ഇനി 1 മിനിറ്റാണോ 2 മിനിറ്റാണോന്ന് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ച് സമയത്തേക്ക് ഈ ഗ്രാനി അമ്മച്ചിയുടെ ശല്യം കാണില്ല. പക്ഷെ നമ്മൾ ഗ്രാനി അമ്മച്ചിയുടെ അടുത്തിരിക്കുന്നത് ഒട്ടും സേഫ് അല്ല ഗായ്സ്. അതുകൊണ്ട് നമുക്കിവിടെ നോക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് വെപ്പൺ ഇവിടെ വച്ചാലോ. ഗ്രാനി അമ്മച്ചി എവിടെ പോയി ഗായ്? ശബ്ദം ഉണ്ടാക്കി നോക്കാം. ഇവിടെ വരുമെങ്കിൽ
ഷൂട്ട് ചെയ്യാം. അയ്യോ ഗൈസ്, വെപ്പൺ കീറ്റിട്ടൊരു കാര്യമില്ല. പക്ഷെ ഗ്രാനീനെ അടിച്ചിടാൻ പറ്റും. പക്ഷെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഡോർ കീ ഒക്കെയാണ്. ഈ വെപ്പൺ ഉണ്ടെങ്കിലും നല്ല പേടിയുണ്ട്. അയ്യോ എന്താ ഒരു അപശബ്ദം? ഓ, ഇവിടെ ഒരു സീക്രട്ട് ഡോർ ഉണ്ട് ഗൈസ്. ഗൈസ്, ഇവിടെ കൂടെ പോയ എന്തോ ഒരു കിട്ടും. ഇവിടെ ഗ്രാനി വരാൻ എനിക്കറിയില്ല. വരാൻ ചാൻസ് ഇല്ല ഗൈസ്. ഈ സ്ഥലം ഗ്രാനിക്ക് അറിയാമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞ വഴി ശരിയല്ല ഗൈസ്. ഇവിടെ ഡോർ തുറക്കാൻ പറ്റുമോ? ഓ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം എനിക്ക് അറിയാന്നുള്ളത് എങ്ങനെയെന്നാ പ്രാക്ടീസ് മോഡിൽ കളിച്ചോണ്ടാണ്, വേറെ ഒന്നുമില്ല ഗൈസ്. ഗ്യാസ് ഓയിലിൻ കിട്ടി. ഇപ്പൊ ഇതെടുത്താൽ എന്തായാലും ശബ്ദം ഉണ്ടാവും. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. ഇതെന്തോന്ന് കീയാണ്? അയ്യോ, ഗ്രാനിയുടെ ശബ്ദമല്ലേ കേട്ടത്? ഇത് ഡേ 2 ആണ് ഗൈസ്. നമ്മളിത് എടുത്ത കാക്ക കൊത്തും. ഇവിടെ ഗ്രാനി വരാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ഡോർ ഉണ്ട് ഗൈസ്. ഷോട്ട് ഗണ്ണിന്റെ ഒരു പാർട്ട് കിട്ടി. ഓ, ഇത് വന്ന വഴിയല്ലേ? ഇവിടെ കൂടെ ഗ്രാനി വരും ഗൈസ്. ഗ്രാനി വീഡിയോയിൽ ബാക്കി ഇടാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ഇനി വരുന്ന വീഡിയോസിൽ കാണും. ബൈ ബൈ.